ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വൈൻഡിങ് അപ്പ്, കമ്പനിയുടെ വൈൻഡിങ് അപ്പിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഫസ്റ്റായിട്ട് നമ്മൾ വൈൻഡിങ് അപ്പ് ബൈ ദ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് നോക്കാൻ പോകുന്നത് പവേഴ്സ് ഓഫ് ദ ട്രൈബ്യൂണലാണ് നോക്കുന്നത്. വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് ട്രൈബ്യൂണൽ? അണ്ടർ സെക്ഷൻ 273 അനുസരിച്ച് ട്രൈബ്യൂണലിലെ എന്തൊക്കെ പവേഴ്സാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ന് പറഞ്ഞാൽ ട്രൈബ്യൂണൽ എന്ത് ചെയ്യും, പെറ്റീഷനാണ് എന്ത് ചെയ്യുന്നത്, വാങ്ങിച്ചു വയ്ക്കും. അപ്പോൾ പെറ്റീഷനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു. പെറ്റീഷനിൽ വാങ്ങിച്ചു വയ്ക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യാം, അതിനെ ബേസ് ചെയ്തിട്ട് ട്രൈബ്യൂണലിൽ ഡിസ്മിസ് ചെയ്യാം, അല്ലെങ്കിൽ വിത്തൗട്ട് കോസ്റ്റ് എന്താണ് ഡിസ്മിസ് ചെയ്യാം. ദെൻ രണ്ടാമത് പറയുന്ന മേക്ക് എനി ഇൻറ്ററിം ഓർഡർ ആസ് ഇറ്റ് തിങ്സ് ഫിറ്റ്. ശരിയാകുന്ന രീതി എന്ന് തോന്നുന്ന രീതിയിൽ എന്ത് ചെയ്യാം, അവർക്കൊരു ഓർഡർ ഫേസ് ചെയ്യാം. ഇനി അടുത്ത അപ്പോയിൻ്റ് എ പ്രൊവിഷണൽ ലിക്വിഡേറ്റർ ഓഫ് ദ കമ്പനി ടിൽ ദ മേക്കിംഗ് ഓഫ് എ വൈൻഡിങ് അപ്പ് ഓർഡർ മേക്കിംഗ് എന്ന് വരെ എന്ത് ചെയ്യാം, ഒരു ലിക്വിഡേറ്ററിനെ അവർക്ക് അപ്പോയിൻറ്റ് ചെയ്യാം. ദെൻ അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ മേക്ക് ആൻ ഓർഡർ ഫോർ ദ വൈൻഡിങ് അപ്പ് ദ കമ്പനി വിത്ത് ഓർ വിത്തൗട്ട് കോസ്റ്റ്. എന്ത് ചെയ്യുന്നു, ഒരു കമ്പനി വൈൻഡിങ് അപ്പിന് ഓർഡർ ഇടാം. ഇനി അതല്ലാതെ വേറെന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓക്കെ ആകുന്ന ഓർഡേഴ്സും അവർക്ക് ഇടാം. ദെൻ ഒരു കണ്ടീഷൻസ് അതിൽ പറയുന്നതെന്ന് വെച്ചാൽ എന്തുവാണ്, ഓർഡർ എന്ത് ചെയ്യണം, വിത്തിൻ 90 days ഫ്രം ദ ഡേറ്റ് ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് ദ പെറ്റീഷൻസ് എന്ന് പറഞ്ഞാൽ ഓർഡർ ഷാൽ ബി മെയ്ഡ് വിത്തിൻ 90 days ഫ്രം ദ ഡേറ്റ് ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് ദ പെറ്റീഷൻ പ്രസൻറ്റ് ചെയ്ത് 90 daysനകത്ത് തന്നെ ഓർഡറും കൊടുത്തിരിക്കണമെന്നാണ് പറയുന്നത്. പിന്നെ വേറെ പെറ്റീഷൻ ഈസ് പ്രസൻറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് എന്ന പെറ്റീഷൻ കൊടുക്കുന്നു, നമ്മൾ ട്രൈബ്യൂണലിൽ കൊടുക്കുന്നു, എന്താണ് വൈൻഡിങ് അപ്പിന് വേണ്ടി പെറ്റീഷൻ കൊടുക്കുന്നു. പക്ഷേ ട്രൈബ്യൂണലിന് വേണമെങ്കിൽ പറയാം എന്താണ്, ഫുള്ളി അവർ അതിനെ സപ്പോർട്ട് ചെയ്യാതെ വേണമെങ്കിൽ എന്താണ്, ഇനി ഇത് എന്താണ് വൈൻഡിങ് അപ്പ് അല്ലാതെ വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് വേണമെങ്കിൽ എൻക്വയറി ചെയ്യാം. മനസ്സിലായോ? ഒന്ന് റീചെക്ക് ചെയ്തിട്ട് അവർക്ക് വേണമെങ്കിൽ എന്താണ് ഇത് വേറെ എന്തെങ്കിലും വൗണ്ടപ്പ് അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു റെമഡി ഉണ്ടോ എന്ന് അവർക്ക് എൻക്വയറി ചെയ്യാം. ഇതാണ് പവേഴ്സ് ഓഫ് ദ ട്രൈബ്യൂണൽ അണ്ടർ സെക്ഷൻ 273. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രൊസീജിയേഴ്സ് ഫോളോഡ് ഇൻ കമ്പൽസറി വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് പറയുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്മിഷൻ ഓഫ് പെറ്റീഷൻ ടു ദ ട്രൈബ്യൂണലിന് എന്ത് ചെയ്യുന്നു, പെറ്റീഷൻ സബ്മിറ്റ് ചെയ്യുന്നു. പെറ്റീഷൻ ആരായിരിക്കും, ബൈ ദ കമ്പനി ഫോർ വൈൻഡിങ് അപ്പ് ഷാൾ ബി അഡ്മിറ്റഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് അക്കംപനീഡ് ബൈ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈവേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പെറ്റീഷൻ ആർക്ക് കൊടുക്കുന്നു, നമ്മൾ ട്രൈബ്യൂണലിന് സബ്മിറ്റ് ചെയ്യുന്നു. സെക്കൻഡ്, ഫില്ലിങ് എ കോപ്പി ഓഫ് പെറ്റീഷൻ ടു ദ രജിസ്ട്രാർ. എന്ത് ചെയ്യുന്നു, ട്രൈബ്യൂണലിന് മാത്രമല്ല നമ്മൾ പെറ്റീഷൻ സബ്മിറ്റ് ചെയ്യണം, അതിൻ്റെ ഒരു കോപ്പി ആർക്ക് കൊടുക്കണം, രജിസ്ട്രാർ ഓഫ് കമ്പനീസിനും കൊടുക്കണം. എന്ത് ചെയ്യുന്നു, വിത്തിൻ 60 days ഓഫ് ദ റെസിപ്റ്റ് ഓഫ് സച്ച് പെറ്റീഷൻ. ട്രൈബ്യൂണലിന് കിട്ടി 60 daysനകത്ത് തന്നെ ആർക്ക് കൊടുക്കണം, നമ്മൾ രജിസ്ട്രാറിനും അതിൻ്റെ ഒരു കോപ്പി കൊടുക്കണം. അടുത്ത് കമൻസ്മെൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ എന്ത് ചെയ്യുന്നു, ഡേറ്റ് ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് പെറ്റീഷൻ ടു ദ ട്രൈബ്യൂണലിനെ പ്രസൻറ്റ് ചെയ്ത എന്ത് ചെയ്യുന്നു, അതാണ് കമൻസ്മെൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പിൻ്റെ പ്രൊസീജിയർ തുടങ്ങിക്കഴിയുന്നത്. ദെൻ നാലാമത് എന്താണ്, അഡ്വർടൈസ്മെൻറ്റ് ഓഫ് പെറ്റീഷൻ എന്ത് ചെയ്യണം, അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ദ നെയിം, അഡ്രസ്സ് ഓഫ് ദ പെറ്റീഷൻ ആൻഡ് ഡേറ്റ് ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് ദ പെറ്റീഷൻ. പിന്നെ സച്ച് അഡ്വർടൈസ്മെൻറ്റ് ഷാൾ ബി ഡൺ 14 days ബിഫോർ ദ ഹിയറിങ്ങിന് 14 ദിവസം മുമ്പ് തന്നെ എന്ത് ചെയ്യണം, അഡ്വർടൈസ്മെൻറ്റ് നടത്തിയിരിക്കണം. ദെൻ ഡിസിഷൻ ബൈ ദ ട്രൈബ്യൂണൽ has the power either to stay proceeding against the company or to hear the petitions. Okay. ഹിയറിംഗ് ദ പെറ്റീഷൻ തന്നെ എന്ത് ചെയ്യുക, ട്രൈബ്യൂണൽ മേ ഓർഡർ ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. വേണമെങ്കിൽ എന്ത് ചെയ്യാം, കമ്പനിക്ക് ഓർഡർ ചെയ്യാം. ദെൻ അടുത്ത് പറയുന്നത് എന്താണ്, ഇൻറ്റിമേറ്റിംഗ് ടു ദ രജിസ്ട്രാർ ആൻഡ് ലിക്വിഡേറ്റർ. നെക്സ്റ്റ് പ്രൊസീജിയർ എന്ത് ചെയ്യുന്നു, രജിസ്ട്രാറിനും ലിക്വിഡേറ്ററിനും അറിയിക്കുക. ഇൻ ദ പീരീഡ് നോട്ട് എക്സീഡിങ് 2 months. 2 monthsനകത്ത് തന്നെ എന്ത് ചെയ്യണം, ഒഫീഷ്യൽ ലിക്വിഡേറ്ററിനും അതുപോലെ രജിസ്ട്രാറിനും എന്ത് ചെയ്യണം, ഇൻറ്റിമേഷൻ കൊടുക്കണം. ദെൻ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഫില്ലിംഗ് കോപ്പി ഓഫ് ദ വൈൻഡിങ് അപ്പ് വിത്ത് രജിസ്ട്രാറിൻ്റെ അടുത്ത് ഒരു കോപ്പി കൊടുക്കുക.
എന്താണ് രജിസ്റ്റർ വിത്തിൻ 30 days ഓഫ് ഡേറ്റ് ഓഫ് സച്ച് വൈൻഡിങ് അപ്പ് ഓർഡർ വന്ന് 30 ദിവസത്തിനകത്ത് തന്നെ ആർക്ക് കൊടുക്കണം? രജിസ്ട്രാറിന് കൊടുക്കണം. ഓൺ ദ റെസിപ്റ്റ് ഓഫ് ദിസ് കോപ്പി രജിസ്ട്രാർ എന്ത് ചെയ്യും? നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റിൽ രജിസ്ട്രാർ ഇത് ഇടും. ഇതാണ് എന്താണ് പ്രൊസീജിയേഴ്സ് ഫോളോഡ് ഇൻ കമ്പൽസറി വൈൻഡിങ് അപ്പിൽ ഫോളോ ചെയ്തിരിക്കുന്ന പ്രൊസീജിയർ. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. കാരണം ഇത് എന്താണ് കമ്പൽസറി വൈൻഡിങ് അപ്പിൻ്റെ പ്രൊസീജിയറാണ് ഈ പറഞ്ഞത്. നെക്സ്റ്റ്, കമ്പനി ലിക്വിഡേറ്റേഴ്സ് ആൻഡ് ദെയർ അപ്പോയിൻമെൻറ്റ്. അണ്ടർ സെക്ഷൻ 275 അനുസരിച്ച് കമ്പനി ലിക്വിഡേറ്ററും അതിൻ്റെ അപ്പോയിൻമെൻറ്റുമാണ് നെക്സ്റ്റ് പറയുന്നത്. The tribunal at the time of the passing of the order of winding up shall appoint an official liquidator or a liquidator from the panel of the company's liquidator. കമ്പനി ലിക്വിഡേറ്ററിനോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ആര് അപ്പോയിൻ്റ് ചെയ്യും? നമ്മളെ ട്രൈബ്യൂണൽ അപ്പോയിൻ്റ് ചെയ്യും. ഇനി ഈ ലിക്വിഡേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ ലിക്വിഡേറ്റർ അല്ലെങ്കിൽ കമ്പനി ലിക്വിഡേറ്റർ ആണെങ്കിലും ശരി, എന്താണ് സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു പാനലുണ്ട്. അതായത് ചാർട്ടേഡ് അക്കൗണ്ട്സോ അഡ്വക്കേറ്റ്സോ കമ്പനി സെക്രട്ടറീസോ കോസ്റ്റ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫേംസ് ബോഡി ഇൻകോർപ്പറേറ്റിംഗ് എന്ത് ചെയ്യുന്നു ചാർട്ടേഡ് അക്കൗണ്ട്സോ അഡ്വക്കേറ്റ്സോ കമ്പനി സെക്രട്ടറീസോ കോസ്റ്റ് അക്കൗണ്ട് അങ്ങനെയുള്ള പ്രൊഫഷണൽസ് എന്ത് ചെയ്യുന്നു നോട്ടിഫൈ ചെയ്യുന്നു. അവർ മിക്കവാറും ഉള്ളവർ എന്ത് ചെയ്യുന്നു മിനിമം എത്രയാണ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 years എങ്കിലും ഈ കമ്പനി മാറ്റേഴ്സിൽ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. അങ്ങനെയുള്ളവരുടെ ഒരു പാനൽ സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്. അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അവരുടെ ലിസ്റ്റിലുള്ളതാണ് എന്ത് ചെയ്യുന്നത് പ്രൊഫഷണൽ ലിക്വിഡേറ്റർ അല്ലെങ്കിൽ കമ്പനി ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇൻറ്റിമേഷൻ ടു കമ്പനി ലിക്വിഡേറ്റർ പ്രൊഫഷണൽ ലിക്വിഡേറ്റർ ആൻഡ് രജിസ്ട്രാർ അണ്ടർ സെക്ഷൻ 277 അനുസരിച്ച് പറയുകയാണ്. ഫസ്റ്റ് പറയുന്നത് എന്തുവാണ്? അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിമേഷൻ വിത്തിൻ 7 daysനകത്ത് തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ലിക്വിഡേറ്റർ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലിക്വിഡേറ്ററിന് എന്ത് ചെയ്യണം? 7 daysനകത്ത് തന്നെ അറിയിച്ചിരിക്കണം. മാക്സിമം 7 daysനകത്ത് എന്ത് ചെയ്യണം? അറിയിച്ചിരിക്കണം. ഓർഡർ പാസ് ചെയ്ത് ആ ലിക്വിഡേറ്ററിന് അപ്പോയിൻറ്റ് ചെയ്തു എന്ന് പറയുന്നതിന് ഒരു 7 ദിവസത്തിനകത്ത് തന്നെ അയച്ചിരിക്കണം. അത് കൂടാതെ രജിസ്ട്രാറിൻ്റെ അടുത്തും അറിയിച്ചിരിക്കണം. ഇതാണ് നമ്മുടെ ലിക്വിഡേറ്റർ. ദെൻ ഡ്യൂട്ടി ഓഫ് രജിസ്ട്രാർ. ഇനി രജിസ്ട്രാറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ആ ഓർഡർ കിട്ടിക്കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? ഒഫീഷ്യൽ ഗസറ്റിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു നോട്ടിഫൈ കൊടുക്കണം. അത് ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ രജിസ്ട്രാർ ഷാൽ intimate about such appointment order as the case may be the stock exchange or exchange where the securities of companies are listed. അതുകൊണ്ട് അവിടെ എല്ലാം അറിയിച്ചിരിക്കണം ലിസ്റ്റഡ് കമ്പനീസ് ആണെങ്കിൽ. അതാണ് രജിസ്ട്രാറിൻ്റെ ജോലി. ദെൻ നെക്സ്റ്റ് എന്താണ്? നോട്ടീസ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുമ്പം നമ്മുടെ കമ്പനിയുടെ ഓഫീസേഴ്സ് എംപ്ലോയീസ് വർക്ക്മാൻ അവർക്കെല്ലാവർക്കും വൈൻഡിങ് അപ്പിൻ്റെ ഒരു ഓർഡറിൻ്റെ നോട്ടീസ് കൊടുക്കണം. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഒരു 3 ആഴ്ചക്കകത്ത് ഡേറ്റ് ഓഫ് പാസിംഗ് ഓഫ് വൈൻഡിങ് അപ്പ് ഓർഡർ പാസ് ചെയ്ത് 3 ആഴ്ചക്കകത്ത് എന്ത് ചെയ്യണം? കമ്പനി ലിക്വിഡേറ്റർ എന്ത് ചെയ്യണം? ട്രൈബ്യൂണൽ ഫോർ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ഓഫ് എ വൈൻഡിങ് അപ്പ് കമ്മിറ്റി ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നതിൻ്റെ ഇത് കൊടുക്കണം. The progress of the liquidation proceedings by the company liquidator and such winding up company shall be comprised of the following persons. ആരൊക്കെ ആയിരിക്കണം? ഒഫീഷ്യൽ ലിക്വിഡേറ്റർ attached to the tribunal, nominee of the second creditor and a professional nominated by the tribunal. ഇത്രയും പേരായിരിക്കും മിക്കവാറും ഉള്ളത്. അവരെന്ത് ചെയ്യണം? 3 ആഴ്ചക്കകത്ത് തന്നെ എന്ത് ചെയ്യണം? ബാക്കി അതിൻ്റെ കമ്മിറ്റി ഫോം ചെയ്യുന്നതും ബാക്കി ഡീറ്റെയിൽസും ബാക്കി പ്രോഗ്രസ് എല്ലാം കൃത്യമായിട്ട് ആരെ അറിയിക്കണം? ട്രൈബ്യൂണലിനെ അറിയിക്കണം. നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ലിക്വിഡേഷൻ ഫങ്ഷൻസ് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് ലിക്വിഡേറ്റർ ചെയ്യുന്നത്? എന്താണ്? ടേക്കിംഗ് ഓവർ ഓഫ് അസറ്റ്സ് എല്ലാം എടുക്കാം. ദെൻ അടുത്ത എക്സാമിനേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എടുക്കും. പിന്നെ അത് കഴിഞ്ഞാൽ റിക്കവറി ഓഫ് പ്രോപ്പർട്ടി ക്യാഷ് ഓർ അതർ എനി അസറ്റ്സ് ഓഫ് ദ കമ്പനി ഇൻക്ലൂഡിങ് ബെനിഫിറ്റ്. പിന്നെ അത് കഴിഞ്ഞാൽ ഓഡിറ്റ് റിപ്പോർട്ട്, അക്കൗണ്ട്സ് ഓഫ് ദ കമ്പനി, സെയിൽസ് ഓഫ് ദ അസറ്റ്, ഫിനാൻഷ്യൽ ലിസ്റ്റ് ഓഫ് ദ ക്രെഡിറ്റേഴ്സ് ആൻഡ് കോൺട്രിബ്യൂട്ടേഴ്സ്. ദെൻ അടുത്ത് കോംപ്രമൈസിങ് അല്ലെങ്കിൽ അഡോപ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് ക്ലെയിംസ്, പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ് ഉണ്ടെങ്കിൽ. അടുത്ത് ഇനി എന്തെങ്കിലും ഫങ്ഷൻസ് ട്രൈബ്യൂണൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കാര്യങ്ങളാണ് ലിക്വിഡേഷൻ ഫങ്ഷനായിട്ട് പറയുന്നത് ഇതിൽ. ദെൻ അടുത്ത് എന്ത് ചെയ്യുന്നു? ഒരു എ റിപ്പോർട്ട് ടു ദ ട്രൈബ്യൂണൽ ബൈ ദ ലിക്വിഡേറ്റർ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതെല്ലാം ചെയ്ത കാര്യങ്ങളും അതുപോലെ എന്താണ്
കമ്മിറ്റികൾ എല്ലാം സൈൻ ചെയ്തൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു റിപ്പോർട്ടായിട്ട്, ഒരു ചെറിയൊരു റിപ്പോർട്ടായിട്ട് ആർക്ക് കൊടുക്കുന്നു, ട്രൈബ്യൂണലിന് കൊടുക്കുന്നു. അവരുടെ കമ്പനി മീറ്റിങ്സും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു വലിയ റിപ്പോർട്ട് ആർക്ക് കൊടുക്കുന്നു, ട്രൈബ്യൂണലിന് കൊടുക്കുന്നു. ദെൻ അടുത്ത് വീണ്ടും എന്ത് ചെയ്യണം, ലിക്വിഡേറ്റർ ഒരു ഡ്രാഫ്റ്റ് ഫൈനൽ റിപ്പോർട്ട് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഫോർ കൺസിഡറേഷൻ ആൻഡ് അപ്രൂവൽ ഓഫ് ദ വൈൻഡിങ് അപ്പ് കമ്മിറ്റി കൊടുക്കാൻ വേണ്ടി. ദെൻ അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും ഒരു ഫൈനൽ റിപ്പോർട്ട് എന്ത് ചെയ്യണം, സോ അപ്രൂവ്ഡ് ബൈ ദ വൈൻഡിങ് കമ്മിറ്റി, വൈൻഡിങ് അപ്പ് കമ്മിറ്റി അപ്രൂവ് ചെയ്തതിനെ എന്ത് ചെയ്യണം, ഷാൾ ബി സബ്മിറ്റഡ് ബൈ ദ കമ്പനി ലിക്വിഡേറ്റർ ബിഫോർ ദ ആർക്കാണ് ട്രൈബ്യൂണൽ ഫോർ പാസിങ് എ ഡെസൊല്യൂഷൻ ഓർഡർ ഇൻ റെസ്പെക്ട് ഓഫ് ദ കമ്പനീസ്. എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, ലിക്വിഡേറ്റർ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു, എന്നിട്ട് തൻ്റെ വൈൻഡിങ് അപ്പ് കമ്മിറ്റിയിലുള്ളവരുടെ എല്ലാം അപ്രൂവൽ മേടിക്കുന്നു, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, ട്രൈബ്യൂണലിന് സബ്മിറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടി, ഒരു ഡിസൊല്യൂഷൻ ഓർഡർ പാസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, കമ്പൽസറി വൈൻഡിങ് അപ്പിൻ്റെതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.